ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു അസമയത്ത് തന്നെ പറയാം, പുലർച്ചെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നേ ചോദിച്ചത്. അപ്പം എനിക്കൊരുപാട് പേഴ്സണൽ മെസ്സേജുകൾ വന്നു കേട്ടോ. ആദ്യത്തെ കാര്യം, ജസ്റ്റ് നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ്. ഞാൻ ഓക്കെ ആണ്, എനിക്കൊരു കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഞാൻ കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ മെസ്സേജിന് ഇങ്ങനെ ഇരുന്ന് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് അന്നപ്പം വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞത് എന്തിനാന്ന് ഇന്ന് വരെ ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണോ ജീവിതം? നമ്മളൊരാളുടെ മുമ്പിൽ ഈ പട്ടിക്കൊക്കെ ഏറുകൊണ്ടതിൻ്റെ അതിരി കിടന്ന് ആർത്ത് വിളിച്ച് കരഞ്ഞിട്ടും കരയാൻ കാരണക്കാരനായ ആൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റൂല. അത് ഇന്നോ ഇന്നലെയൊന്നും ഉണ്ടായൊരു സംഭവമല്ല അത്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് മുമ്പേ അങ്ങനെയാണ്. നമ്മൾ ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരില്ലേ? ആ ഒരു ഗണത്തിൽ കൂട്ടേണ്ടവരാണ് ഇവരും. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പം ഞാനത് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ പലരും എന്നോട് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പം ഞാൻ ഓക്കെ ആണ്. എൻ്റെ ആ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു മാസം വറങ്ങാണ്ടായി. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയി. കാരണം നമ്മൾ സൗഹൃദം അല്ലേ, സ്നേഹബന്ധങ്ങൾ അല്ലേ, എന്താ പറയുക, കുടുംബ ബന്ധങ്ങൾ, ഇതിനൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളോ നോക്കുകളോ ഒക്കെ നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കും. അതെനിക്ക് നിങ്ങൾക്ക് എന്നില്ല, ആർക്കായാലും വിഷമമുണ്ടാവും. ആ വിഷമം നമ്മൾ അവരുടെ മുമ്പ് തന്നെ പോയി കരയരുത്. നമ്മൾ കരഞ്ഞു എന്നുള്ള കാര്യം അവരും അറിയരുത്. എന്നാലേ നമ്മൾ ജീവിതത്തിൽ തളരാതെ മുമ്പോട്ട് പോവുള്ളൂ. നമുക്ക് തിരിച്ചടികൾ കിട്ടുന്നത് നല്ലതാണ് നമുക്ക് തിരിച്ചടികൾ കിട്ടുന്നത്. നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുമ്പം ആ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ വലിയ വലിയ തിരിച്ചടികൾ കിട്ടുമ്പോൾ നമുക്കെന്താ, ആ തിരിച്ചടീൻ്റെ വേദനയെക്കാട്ടിലും ഉപരി നമ്മളൊരാളെ പഠിച്ചു എന്നുള്ളതാണ് നമ്മളവിടെ നോക്കേണ്ടത്. നമുക്കവർ പഠിക്കാൻ പറ്റിയില്ലേ? ഒരു തിരിച്ചടി അവർ തന്നെങ്കിൽ എന്താ, നമ്മൾ പഠിച്ചില്ലേ? ഒരു മനുഷ്യനെ പഠിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവം അങ്ങനെ ഒരാൾക്കും പറ്റാത്തൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയെന്ന് പറയാൻ ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വിഷമവും സങ്കടവും തരുന്ന ആളുടെ മുമ്പേ വെച്ച് നിങ്ങൾ ഒരിക്കലും കരയരുത്. കരഞ്ഞാൽ കടലുണ്ടല്ലോ, കടലിൽ പോയിട്ട് നമ്മൾ കരഞ്ഞാൽ എന്താ, നമ്മുടെ ഓരോ കണ്ണീര് തുള്ളിയും കടലിലേക്ക് വെക്കുമ്പോൾ കടൽ എന്താ അറിയുന്നേ, അതിനെക്കാട്ടിലും വലിയ ഘോരമായിട്ട് തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അവിടെ അതിൻ്റെക്കാട്ട് 4 ഇരട്ടി ഉപ്പുവെള്ളമുണ്ട്. അപ്പോഴാണോ നമ്മുടെ ഈ കണ്ണീരിൻ്റെ ഉപ്പ് അവിടെ വീണിട്ട് കാര്യം? ഒന്നുമില്ല. കടലിൽ കായം കലക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ആയിപ്പോവേ ചെയ്യുള്ളൂ. നമ്മളെ കടലിൽ പോയിട്ട് ഇങ്ങനെ കരയുമ്പം കടലിലുള്ളതും ഉപ്പ്, നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളവും വരുന്നതും ഉപ്പുവെള്ളം എന്നല്ല കേട്ടോ, ഉപ്പിൻ്റെ ടേസ്റ്റാണെന്നാണല്ലോ പറയുക. അപ്പോൾ രണ്ടും കൂടി കളർന്നിട്ടോ കടലിനൊന്നുമില്ല. അതേപോലെ തന്നെയാണോ നമ്മളിഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ മുമ്പ് പോയിട്ട് നമ്മൾ കരയുമ്പം അവർക്കൊന്നും തോന്നൂല. തോന്നാത്തത് എന്തുകൊണ്ടാ? നമ്മളാരും അല്ലാത്തതുകൊണ്ടാ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് അവർക്ക് തോന്നുന്നില്ല? നമ്മളാരും ആയിട്ടില്ല അവർക്ക്. നമ്മളെന്താ ചിന്തിക്കുക, നമ്മൾ അവരുടെ ആരൊക്കെയോ ആണെന്ന്. കോമഡി പറയും പോലെ ഡോക്ടറാണ്, കളക്ടറാണ്, പ്ലംബറാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ആരും അല്ലടേ, ആരുമല്ല. നമ്മൾ അവർക്ക് വിളിച്ചിട്ട് അത് വേണ്ട കെയർ കൊടുക്കുക,
ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മൾ അവരുടെ ബാങ്ക് ആവുക. എന്തിന്? അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ അനുഭവം വന്നതാ. നമ്മളൊരു സുഹൃത്തിന് അല്ലെ ഒരാളെ അത്രമേൽ കണ്ട് സഹായിച്ച് സ്നേഹിച്ച് കൂടെ നടന്നിട്ട് ആ സുഹൃത്ത് നൈസായിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ തട്ടി മാറ്റി. ലൈഫിൽ അനുഭവമുള്ള ഒരാളാണ് ഞാൻ. ആ അനുഭവം എനിക്ക് നിങ്ങളോടൊരു പങ്കുവെക്കണം തോന്നി. അങ്ങനെ പങ്കുവെച്ചതാണ് ഞാൻ. അപ്പം ഞാൻ ആദ്യം അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തൊരു ഫോട്ടോ ഇട്ടപ്പം അതിനും എന്നോട് എന്താ പറയുക, എത്രയോ ആൾക്കാർ എൻക്വയറി നടത്തി എന്തുവാ സംഭവം ചോദിച്ചു. അപ്പോൾ സോറി, അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തപ്പോഴേക്കതായി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു, ജസ്റ്റ് നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ഓക്കെ അല്ലാത്ത ഒരുപാട് ആൾക്കാരോട് നിങ്ങൾ ഓക്കെ ആക്കാനും കൂടിയുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആര് കാരണമാണോ നമ്മൾ കരയുന്നത് ആ ആളുടെ മുമ്പിൽ മാത്രം നമ്മൾ കരയരുത്. വേറെ എവിടെയും കരഞ്ഞോളൂ. കഴിഞ്ഞാൽ കട്ടിച്ച് പിടിച്ച് അമർത്തിയിട്ട് കരഞ്ഞോളൂ. താങ്ങാൻ ആളില്ല എന്ന് തോന്നുമ്പോൾ ഈ വലത് കൈ ഇങ്ങോട്ടെടുത്ത് ഈ ഇടത് കൈ ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ മുറുക്കെ അങ്ങ് പിടിക്കുക. ഇതല്ലേ പുറത്തുനിന്ന് ഒരാൾ വന്നാലും നമുക്കൊരു കൈത്താങ്ങാവൽ. നമ്മൾ സങ്കടപ്പെടുമ്പം അവരുടെ കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് കരയാറ്. അപ്പോൾ അത് നമുക്ക് തന്നെ പറ്റും. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുക. എന്നാൽ പിന്നെ ആര് തരുന്ന ഒരു വിഷമങ്ങളും നമുക്കത് ഏൽക്കൂലടോ. നമ്മളെ സ്നേഹിച്ച് കെയർ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതിനെക്കാട്ടിലുപരി നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. നമ്മളെ സ്നേഹിക്കുക. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക. അങ്ങനെയൊക്കെ ആയാൽ മറ്റൊരാൾ കരയിപ്പിച്ച് പോയാലും നമ്മൾ കരയൂല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്തോ വലിയ തിരിച്ചടി കിട്ടിയത്. എൻ്റെ ലൈഫിൽ നോക്കിവെച്ചാൽ എനിക്കത് വലിയ തിരിച്ചടി തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒന്ന് കിട്ടിയപ്പം മറ്റുള്ളവർ പറഞ്ഞു തരേണ്ടി വന്നു എനിക്കാരുമില്ല എന്നുള്ളത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമമായി പോയത്. അപ്പോൾ ഞാൻ ഓക്കെയാണ്. എനിക്ക് വന്നൊരനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്. അപ്പോൾ അതേപോലെ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചു എന്ന് കേട്ടപ്പോൾ അതിനേറെ വിഷമം തോന്നിയിട്ടോ. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ എന്നെപ്പോലെ കരയാതെ കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം സങ്കടം തോന്നിപ്പോയി. സോറി, സന്തോഷമല്ല കേട്ടോ. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ആര് കാരണമാണോ നിങ്ങൾ കരയുന്നത് ആ ആളൊരിക്കലും നിങ്ങൾ കരഞ്ഞതായിട്ട് അറിയരുത്. നിങ്ങൾ കരഞ്ഞോ എന്ന് കേട്ടാൽ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വരും എന്ന് ചിന്തിക്കുന്നുണ്ടേ അത് വെറും വിഡ്ഢിത്തം മാത്രമാണ്. അവരൊരിക്കലും വരില്ല. അവരാ കണ്ണീരിനെ ആസ്വദിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവാനിട്ടാ. അപ്പോൾ അങ്ങനെയാണ്. എനിക്കൊരു വിഷയവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് വിഷയം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവറായി പോന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചതാണ്. അതിനല്ലേ സോഷ്യൽ മീഡിയ. അപ്പോൾ എന്നതിന് ശേഷം ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ആൾക്ക് മറുപടി കൊടുക്കാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടാണെന്ന് വിചാരിച്ചു. ലേറ്റായി പോയതിൽ സോറി. കാരണം ഇന്നലെ ലേറ്റായിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പം ഇന്നും ലേറ്റായിട്ട് തന്നെയാണ്. കാരണം വർക്ക് ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പം മുകളിൽ ബോട്ടിൽ വെള്ളം കുടിക്കാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും കൂളായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. എന്ത് വിഷമം വന്നാലും നമുക്ക് പറയാൻ ഒരാളില്ല എന്നുള്ളതല്ലേ നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട്. കണ്ണാടിക്ക് മുമ്പ് പോവുക, വേണ്ട ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിക്കുക, പറയാനുള്ളതൊക്കെ പറയുക. കേട്ടിരിക്കാൻ ഓപ്പോസിറ്റ് ഒരാളില്ലേ, അതാ വേറൊരാളാന്ന് കൂട്ടിയാൽ മതിയേ, അത്രമാത്രം മതി. അപ്പോൾ അങ്ങനെയാണ്. ഞാൻ ഓക്കെയാണ്. ഞാൻ നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബൈ.